ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, പക്ഷെ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അവരോട് സ്നേഹക്കുറവില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല, പക്ഷേ റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അങ്ങ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത്. ബ്രേക്കപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ടോ എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ചില കേസുകളിൽ ബ്രേക്കപ്പ് ആയിരിക്കില്ല ആവശ്യം, അവർക്ക് ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി റീസെറ്റ് ചെയ്യുക മാത്രമായിരിക്കും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു റീസെറ്റ് ആണ് ആവശ്യം, അതല്ലാതെ ബ്രേക്കപ്പ് അല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ചെറിയ ചെറിയ ഇഷ്യൂസിൽ തുടങ്ങി അതൊരു ആർഗ്യുമെന്റിലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓവറായിട്ട് ആർഗ്യുമെന്റ് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആർഗ്യൂ ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ പല ആളുകൾക്കുള്ള ഒരു തോന്നലാണ്, ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ, അതോ ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണോ, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യണോ എന്നുള്ളത്. ആർഗ്യുമെന്റ്സ് വരുന്നത് പലപ്പോഴും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്ന സമയത്താണ്. സോ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, കാരണം നിങ്ങൾ രണ്ട് വ്യക്തികളാണ്. അതൊരു ഫൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്തി വേ അല്ലാത്ത രീതിയിലേക്ക് മാറുമ്പോഴാണ് അതൊരു പ്രോബ്ലം. അതല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് ആർഗ്യുമെന്റ് നടത്തുന്നത് ഒരു മോശമായ കാര്യമോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ബാഡായി ബാധിക്കുന്ന ഒരു കാര്യമല്ല. സോ പരസ്പരം ആർഗ്യുമെന്റ്സ് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബ്രേക്കപ്പിനേക്കാൾ കൂടുതൽ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി റീസെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആവശ്യം. രണ്ട്, നിങ്ങൾ ഇപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആണ്, ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്, പക്ഷേ ഒരു ഡിസ്റ്റന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ഡിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്തോ എവിടെയോ ഒരു പ്രോബ്ലം എന്നൊക്കെ പറയില്ലേ, എന്തോ ഒരു കാര്യം എപ്പോഴോ സംഭവിച്ചത് കൊണ്ട് അതിൽ നിന്നുണ്ടായുള്ള ഒരു റിയാക്ഷൻ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ സ്റ്റക്കായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിലവിൽ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്, അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ അവിടെ നടത്തേണ്ടത്. സോ ഇമോഷണലി അറ്റാച്ച്മെന്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ ഒരു ഇൻസിഡന്റ്, നിങ്ങൾക്കിടയിൽ നടന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് പോയി ബ്രേക്കപ്പ് ചെയ്യുന്ന ഒരു എടുത്തുചാട്ടമായിരിക്കും. പകരം അതിനെക്കുറിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മൂന്ന്, ഒരേ റൊട്ടീൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ വരുന്നു, അതുകൊണ്ട് റൊമാൻസ് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നല്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ റൊമാൻസ് പോയി അല്ലെങ്കിൽ ആ ഒരു പരസ്പരമുള്ള ഒരു കണക്ഷൻ, ഇൻട്രസ്റ്റ് ഒക്കെ പോയി എന്ന് തോന്നി പല ആളുകളും ബ്രേക്കപ്പ് ചെയ്യണോ എന്നുള്ളത് ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് അവിടെ റൊമാൻസ് പോയിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരേ റൊട്ടീൻ തന്നെ നിങ്ങൾ തുടരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് നിലനിർത്താൻ സാധിക്കാത്തതാണ്. അതായത് ആ ഒരു പുതുമ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടായിരിക്കില്ല. സോ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് ഉണ്ടായിരിക്കും, അതെല്ലാം ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഇതേപോലെയുള്ള മറ്റൊരു സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ളതായിരിക്കില്ല, പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അവസാനിപ്പിക്കണോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണോ എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് പോയി ബ്രേക്കപ്പ് ചെയ്യാതെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്ത് നോക്കുക, അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് നോക്കുക. ബിക്കോസ് നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ആ ഒരു ലവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇങ്ങനെയുള്ള കേസുകളൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എടുത്ത് ചാടി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്നതിന് പകരം ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അത് വേണമെങ്കിൽ മാത്രമാണ് നിങ്ങളിത് ഫോളോ ചെയ്യേണ്ടത്. സോ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യണോ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യണോ വേണ്ടത് എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ഗൈഡൻസ് വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്